ചെങ്കോലേന്ത്യ IMS പ്രിയ മക്കളെ, തങ്ങൾക്ക് കൂടുതൽ ലഭിക്കുമെന്ന് ആദ്യം വന്നവർ വിചാരിച്ചു. എന്നാൽ അവർക്കും ഓരോ ധനാറ് തന്നെ കിട്ടി. അത് വാങ്ങുമ്പോൾ അവർ വീട്ടുടമസ്ഥനെതിരെ പിറുപിറുത്തു. ജീവിതത്തെ താറുമാറാക്കുന്ന മാനസിക അർബുദമാണ് അസംതൃപ്തിയും പിറുപിറുപ്പും. അന്തമില്ലാത്ത പിറുപിറുപ്പ് മൂലം അനേകർ ജീവിത സുഖം നഷ്ടപ്പെടുത്തുന്നു. അവർ ആഗ്രഹിക്കുന്ന വിധത്തിൽ എല്ലാം സാധിക്കാതെ വരുമ്പോൾ അസംതൃപ്തരാകും. തൽഫലമായി പ്രവർത്തിക്കുവാനുള്ള ശേഷി പോലും ക്രമേണ ഇല്ലാതാകും. അവർ എന്നും പിറുപിറുക്കും. കർത്താവ് പറഞ്ഞ ഉപമയിൽ ഒരു കൃഷിക്കാരൻ രാവിലെ ചിലരെ വേലയ്ക്ക് വിളിച്ച് ആദ്യം തന്നെ അവരുമായി കൂലി പറഞ്ഞെത്തു. പിന്നീട് 9 മണിക്കും 12 മണിക്കും വൈകിട്ട് 5 മണിക്കും മറ്റു ചിലരെ കൂടെ വേലയ്ക്ക് നിയോഗിച്ചു. വേല കഴിഞ്ഞ് എല്ലാവർക്കും കൂലി കൊടുത്തു. വൈകിട്ട് 5 മണിക്ക് വന്നവർക്കാണ് കൂലി കൊടുത്തു തുടങ്ങിയത്. സന്ധ്യയോടടുത്ത സമയം വന്നവർക്ക് ഒരു ദിവസത്തെ കൂലി മുഴുവനും കൊടുക്കുന്നത് കണ്ടപ്പോൾ അതിരാവിലെ വന്നവർ തങ്ങൾ പറഞ്ഞൊത്തതിൽ കൂടുതൽ ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ അവർ സമ്മതിച്ച കൂലി തന്നെ അവർക്കും കൊടുത്തു. അവർ പിറുപിറുക്കാൻ തുടങ്ങി. ഈ അപകടം നമ്മിൽ പലർക്കും സംഭവിക്കുന്നു. സ്വന്തം ആവശ്യങ്ങൾ നിറവേറുന്നുണ്ടോ എന്നതിനേക്കാൾ മറ്റുള്ളവർക്കുള്ളത് എനിക്കുണ്ടോ എന്നതാണ് പലരെയും വിഷമിപ്പിക്കുന്ന ചിന്ത. യഥാർത്ഥത്തിൽ അർഹതയുള്ളതിൽ കൂടുതൽ സുഖ സൗകര്യങ്ങൾ നാം അനുഭവിക്കുന്നുണ്ട്. അവയെ നോക്കിയാൽ പിറുപിറുക്കുവാൻ നമുക്ക് അവകാശമില്ല. നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങളിലേക്ക് നോക്കി തൃപ്തിപ്പെടാമെങ്കിൽ നാം പിറുപിറുക്കുകയില്ല. ജീവിതത്തിൽ സന്തോഷം അതാണ്. ലഭിക്കാത്തതിനായി പിറുപിറുക്കാതെ ലഭിച്ചവയ്ക്കായി സന്തോഷിക്കുകയാണ് വേണ്ടത്. പിറുപിറുക്കുന്നയാൾ ജീവിതത്തെ സ്തംഭിപ്പിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ സഹായം, IMS അനുഗ്രഹം എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ആമേൻ.